പ്രിയപ്പെട്ടവരെ, ഏതൊരാളുടെ ജീവിതത്തിലും മണ്ടത്തരങ്ങളൊക്കെ അറിയാതെ സംഭവിച്ചു പോകാറുണ്ട്. പക്ഷേ മണ്ടത്തരങ്ങൾ മാത്രം സംഭവിക്കുന്ന ആളുകളെ നമ്മൾ കേൾക്കാറില്ല. എന്നാൽ അങ്ങനെയും ചില ആളുകളുണ്ട് എന്ന് ചില സമയങ്ങളിലെങ്കിലും നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ട്രംപിന്റെ കാര്യം ആലോചിക്കുമ്പോൾ അങ്ങനെയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. നിങ്ങൾക്കിവിടെ മാപ്പ് കാണാൻ സാധിക്കും. ഈ മാപ്പ് നമുക്കറിയാം, ഇതാണ് പേർഷ്യൻ ഗൾഫ് കടൽ എന്നറിയപ്പെടുന്നത്. ഇതാണ് ഹോർമുസ് കടലിടുക്ക്. ഈ ഭാഗത്താണ് ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം, കപ്പലുകൾക്കുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ ഇറാൻ 3 കപ്പലുകളെ ആക്രമിച്ചു. 2 കപ്പലുകളെ അവർ പിടികൂടുകയും ചെയ്തു. പിടികൂടി അവരുടെ നാവികസേനയുടെ ആസ്ഥാനമായ ബന്ദർ അബ്ബാസിലേക്ക് ആ കപ്പലുകളെ മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ എന്താണ് ഞാൻ മണ്ടത്തരം എന്ന് പറയാനുള്ള കാരണം? ഇറാന്റെ കപ്പലുകൾ അന്താരാഷ്ട്ര കടലിലൂടെ ഏത് ഭാഗത്ത് സഞ്ചരിക്കുകയാണെങ്കിലും അവകൾക്കെല്ലാം ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ പിടികൂടും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ട്രംപിന്റെ ഈ നീക്കങ്ങൾ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുമെന്നതിൽ എന്താണ് സംശയമുള്ളത്? കാരണം ട്രംപ് ഇതുവരെ എടുത്ത എല്ലാ നടപടികളും പരാജയത്തിലാണ് കലാശിച്ചിട്ടുള്ളത്. എന്നാൽ ഇതും വ്യത്യസ്തമല്ല. കാരണം ഈ പേർഷ്യൻ കടലിന്റെ ഈ ഭാഗത്ത് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾ 400 ഈ 400 കപ്പലുകളിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ടതുണ്ട്. അങ്ങനെ പല രാഷ്ട്രങ്ങളുടെയും കപ്പലുകൾ, ചരക്ക് കപ്പലുകളുണ്ട്. ഇവിടെ വെച്ച് അന്താരാഷ്ട്ര കടലിൽ വെച്ച് ഇറാന്റെ ഒരു കപ്പൽ പിടികൂടുമ്പോൾ ഡസൻ കണക്കിന് കപ്പലുകൾ ഇവിടെ ഇറാന് പിടികൂടാൻ മാത്രം മുന്നിൽ ഉണ്ട് എന്ന കാര്യം ട്രംപ് ചിന്തിക്കാതെ പോവുകയാണ്. ഇനി സംഭവിക്കാൻ പോകുന്നത് അതുതന്നെയാണ്. ഇറാൻ ഒരു കപ്പൽ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 2 പിടിച്ചെടുക്കും. 2 കപ്പലുകളെ നിയന്ത്രണം അവർ ഏറ്റെടുത്ത് ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. പക്ഷെ ഇനി അതാവുകയില്ല. കൂടുതൽ കപ്പലുകളെ ആക്രമിക്കുകയും അല്ലെങ്കിൽ കൂടുതൽ കപ്പലുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കാനും പിടികൂടാനും ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമുള്ള കാര്യമല്ല. കാരണം ഈ ഭാഗത്തെല്ലാം ഇപ്പോൾ നിയന്ത്രണം ഇറാന്റെ കയ്യിൽ തന്നെയാണ്. അമേരിക്കക്ക് യാതൊരു സ്വാധീനവും, അവരുടെ ഒരു യുദ്ധക്കപ്പൽ പോലും ഈ ഭാഗത്തേക്ക് കടക്കാൻ ഈ സമയം വരെ സാധിച്ചിട്ടില്ല എന്നത് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായി അമേരിക്കയുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ രാഷ്ട്രങ്ങൾക്ക്, അറബ് രാഷ്ട്രങ്ങൾക്ക്, UAE ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ബഹ്റൈൻ, കുവൈത്ത് തുടങ്ങിയ സൗദി അറേബ്യ രാഷ്ട്രങ്ങൾക്കൊന്നും ഇവിടെ യാതൊരു കാര്യവും ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കയുടെ ഒരു കപ്പലിന് പോലും അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി പേർഷ്യൻ കടലിലേക്ക് കടക്കാൻ സാധിച്ചില്ല എന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ ദുരന്തമാണ്. എന്നാൽ ഇവിടെ വെച്ച് ഇറാന്റെ കപ്പലുകളെ തകർക്കാൻ ശ്രമിച്ചാൽ ഈ 400 കപ്പലുകളാണ് ഇവിടെ കിടക്കുന്നത്. അതിന് എന്ത് സംഭവിക്കുമെന്ന് പോലും ചിന്തിക്കാൻ ട്രംപിന് സാധിച്ചിട്ടില്ല. എന്നാൽ ഇറാൻ ഇപ്പോൾ സമാധാനപരമായി കാര്യങ്ങളും നീക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, പാകിസ്ഥാനിലുള്ള ചർച്ചയ്ക്ക് ഞങ്ങൾ വരില്ല. കാരണം ഈ ഉപരോധം ഏകപക്ഷീയമാണ്, മാത്രമല്ല അത് വെടിനിർത്തൽ ലംഘനമാണ്. എന്നാൽ അതിന് വിരുദ്ധമായി ട്രംപ് നടത്തിയ ഈ ഉപരോധം പിൻവലിച്ചാൽ മാത്രമേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. ഞങ്ങൾ ചർച്ചയ്ക്ക് വരികയുള്ളൂ. ഒരുപക്ഷെ ചർച്ച അമേരിക്ക ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് പിൻവലിക്കേണ്ടി വരും എന്നതിൽ സംശയമില്ല. ഒരുപക്ഷെ അത് കീഴടങ്ങി അമേരിക്ക പിൻവലിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഇനിയും സമാനമായ നടപടികളുമായി അമേരിക്ക മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ഇറാൻ കപ്പലുകൾ കൂടുതൽ പിടികൂടുമെന്നതിൽ സംശയമില്ല. ഒരു കപ്പലിന് 2 എന്ന രീതിയിൽ ഇറാൻ കപ്പലുകൾ പിടികൂടും. അന്താരാഷ്ട്ര കടലുകളിലും ഇറാന്റെ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. മാത്രമല്ല, ഇവിടെ ചെങ്കടൽ, അതുപോലെ തന്നെ അദൻ കടൽ, ഈ ഭാഗത്തൊക്കെയുള്ള അന്താരാഷ്ട്ര കടൽ ഭാഗങ്ങളിൽ ആക്രമണം നടത്താൻ ഹൂത്തികളെ ഉപയോഗിച്ചും അല്ലാതെയും ഇറാനെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. ഇവിടെയും ആ രൂപത്തിലുള്ള ഉപരോധം ഇറാൻ ഏർപ്പെടുത്താൻ കരുതിയാൽ തീർച്ചയായും ഇവിടെ കപ്പലുകളെ പിടികൂടാൻ ഹൂത്തികളുടെ കയ്യിൽ സംവിധാനങ്ങൾ ഉണ്ട് എന്നത് വ്യക്തമാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളിലേക്കും കൂടെ ഇറാൻ പോവുകയാണെങ്കിൽ അമേരിക്കയുടെ കാര്യം കഷ്ടമായിരിക്കും. എന്നാൽ അത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോകാനാണ് ട്രംപ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുങ്ങിയത് ഈ കപ്പലുകളെങ്കിലും ഇവിടുന്ന് മാറ്റിയതിന് ശേഷമായിരിക്കേണ്ടിയിരുന്നു ഇറാന്റെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് അല്ലെങ്കിൽ പിടികൂടുന്നത്. തീർച്ചയായും അമേരിക്കക്ക് ഈ പടുകുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും കഴിയില്ല.